ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. സങ്കീർത്തന പുസ്തകത്തിലെ 2-ാം സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. വാക്യങ്ങൾ 1 മുതൽ 3 വരെ. ഹ്യൂമൻ റിബല്യൻ അഗൈൻസ്റ്റ് ഗോഡ്. ജാതികളും രാജാക്കന്മാരും ഭരണാധികാരികളും ദൈവത്തിനെതിരെ ചിന്തിക്കുന്നു, മത്സരിക്കുന്നു. നീതിയും ന്യായവും നടത്തേണ്ടിയവർ സത്യത്തെ കണ്ണടയ്ക്കുകയും ഭൂരിപക്ഷത്തിനു വേണ്ടി നിലകൊള്ളുന്നു. നിയമങ്ങളെയും അടിസ്ഥാന തത്വങ്ങളെയും ആവശ്യത്തിനും അത്യാഗ്രഹത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു. സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടിയും എതിരായി പ്രവർത്തിക്കുന്നു. പാവം മനുഷ്യൻ സ്റ്റാറ്റസും സ്റ്റാച്ചറും കിട്ടുമ്പോൾ അവനെ മറക്കുന്നു. മണി പവറും മസിൽ പവറും കൂടെ ഉണ്ടാകുമ്പോൾ അവൻ സഹജീവികളെ മറക്കുന്നു. ഹെൽത്തും വെൽത്തുമായി കഴിയുമ്പോൾ അവൻ ദൈവത്തെയും മറക്കുന്നു. വാക്യങ്ങൾ 4 മുതൽ 6 വരെ ഡിവൈൻ റിയാക്ഷൻ ഓഫ് ഗോഡ് നമുക്ക് കാണാം. ദൈവം കരുണയുള്ളവനാണ്, എന്നാലും നീതിയുള്ള സ്വഭാവത്തിൽ ശിക്ഷയും നടത്തുന്നവനാണ്. മനുഷ്യൻ്റെ കുറുക്കുവഴികളും വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അതിക്രമങ്ങളും അക്രാന്തങ്ങളും കണ്ട് യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ചിരിക്കുന്നു. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ ദൈവത്തിന് മുമ്പിൽ വെറുതെയാകുന്നു. വാക്യങ്ങൾ 7 മുതൽ 9 വരെ ഡിവൈൻ റൂൾ. ദൈവിക വാഴ്ചയും യേശുക്രിസ്തുവിനെ ഭൂമിയിലെ രാജാവായി വാഴിക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്നു. വാക്യങ്ങൾ 10 മുതൽ 12 വരെ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ദൈവത്തിൻ്റെ ആഹ്വാനമാണ്. രാജാക്കന്മാരെ, ഉപദേശകരെ, നീതിപാലകരെ, നേതാക്കന്മാരെ, ദൈവത്തിനെ ഭയപ്പെട്ട് സത്യത്തോടും നേരോടും ദൈവത്തെ സ്നേഹിപ്പീൻ. സമൂഹത്തെ സേവിപ്പീൻ, സ്നേഹിപ്പീൻ. സത്യവും നീതിയും ന്യായവുമുള്ള ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ്. 2-ാം സങ്കീർത്തനം ദൈവിക നീതിയുടെ സങ്കീർത്തനമാണ്. ക്ഷമയുടെയും കരുണയുടെയും ആഹ്വാനമാണ്. ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിന് മുൻപ് രാജാക്കന്മാരും ജനങ്ങളും തങ്ങളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമുക്ക് ഈ 2-ാം സങ്കീർത്തനത്തിലൂടെ ദൈവത്തെ ഭയപ്പെട്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രചോദനം നേടാം. ഇത് നമുക്കും നമ്മുടെ സമൂഹത്തിനും അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. 2-ാം സങ്കീർത്തനം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു, അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്നവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും,
അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.